എല്ലാവർക്കും നമസ്കാരം. പോത്തൻസ് രസോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ട് ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അത് ചോക്ലേറ്റ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചോക്ലേറ്റ് ബനാന കേക്കാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഓവനില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ബീറ്ററോ അതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ട്രേ റെഡിയാക്കി എടുക്കുക. 8 ഇഞ്ചിൻ്റെ ഒരു ട്രേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ട്രേ ഇല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ചരുവാണെങ്കിലും ഉപയോഗിച്ചാൽ മതി. അപ്പം ഇത് 8 ഇഞ്ചിൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് എണ്ണ തടവി കൊടുത്തിട്ട് അതിലൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമതായി നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ടും കൂടെ വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് നമുക്ക് എടുത്ത് വയ്ക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ഇടഞ്ഞ് വയ്ക്കാം. ആദ്യം തന്നെ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഉപ്പ്, 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇതെല്ലാം കൂടെ 2-3 പ്രാവശ്യം നന്നായിട്ട് ഇടഞ്ഞെടുക്കണം. കൊക്കോ പൗഡറിനകത്തും പൊടിയായിട്ട് കട്ട കെട്ടി കിടക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇടഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ നമുക്ക് 2 പഴം, മീഡിയം സൈസിലുള്ള 2 പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത പഴം എടുക്കുന്നതായിരിക്കും ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പം നമുക്ക് മധുരം ഉപയോഗിക്കുന്നതും കുറച്ച് ഉപയോഗിക്കാം. അപ്പം നല്ല പോലെ പഴുത്ത പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റോബസ്റ്റ പഴമാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഞാനൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം പൊടിച്ച പഞ്ചസാരയാണ് നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ 1.25 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. 1.25 തൊട്ട് 1.5 കപ്പ് വരെ ചേർക്കാം. പഴത്തിന് കുറച്ചും കൂടെ മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ 1.25 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പഴവും പഞ്ചസാരയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഓരോ മുട്ട ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് 1/2 കപ്പ് റിഫൈൻഡ് ഓയിലാണ്. കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് എണ്ണ യോജിപ്പിച്ച് കൊടുക്കണം. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാലും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ പൊടി ചേർത്ത് കൊടുക്കാം. കേക്ക് ബാറ്റർ മിക്സ് ചെയ്യുമ്പോഴേക്കും ഓവർ മിക്സ് ആവാതെ ശ്രദ്ധിച്ചോളുക. നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ ഒരു 1/4 പാത്രത്തിൽ കൂടുതൽ ഒരു കാരണവശാലും ഒഴിച്ചു കൊടുക്കരുത്. അപ്പം ഇനി ഇതൊന്ന് നമുക്കൊന്ന് തട്ടി കൊടുക്കാം. ഇതല്ല എങ്കിൽ ഒരു സ്ക്യൂറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ എയർ ബബിൾസ് പെട്ടെന്ന് പോയി കിട്ടും. നമുക്കൊന്ന് 2-3 വട്ടം തട്ടി കൊടുക്കാം. നമുക്കിത് പ്രീ ഹീറ്റ് ആയിട്ട് കിടക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പാത്രം പ്രീ ഹീറ്റ് ആയിട്ട് കിടക്കുകയാണ്. നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. തീ സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 45 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് കുത്തി നോക്കാം. കുറച്ചും കൂടെ ആവാനായിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് തുറന്ന് നോക്കാം. കുത്തി നോക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 50 മിനിറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്നെടുത്ത് വെളിയിലേക്ക് വെക്കാം. 50 മിനിറ്റ് ആയപ്പോഴേക്കും ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. നിങ്ങളിത് ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ തീയുടെ അനുസരിച്ചിരിക്കും ബേക്ക് എടുക്കുന്ന ടൈം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചുള്ള 45 അല്ലെങ്കിൽ 50 മിനിറ്റിനുള്ളിലായില്ല എങ്കിൽ ചില സമയത്ത് നമുക്ക് 1 മണിക്കൂർ വരെ എടുക്കാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കിക്കൊള്ളുക. അപ്പോൾ ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് എടുത്ത് വെക്കാം. ഇത് പാത്രത്തിൽ നിന്ന് നമുക്ക് എടുക്കാം.
അതിലേക്ക് വെച്ച് കൊടുക്കാം. പെർഫെക്റ്റായിട്ട് കേക്ക് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.